നമ്മുടെ സ്വന്തം യൂട്യൂബ് ചാനൽ ഇരുന്നുകൊണ്ട് എന്തും പറയാമെന്നൊരു അഹങ്കാരം എല്ലാ ഇൻഫ്ലുവൻസേഴ്സിനും ഇല്ലെങ്കിലും കുറേയധികം ഇൻഫ്ലുവൻസേഴ്സിനുണ്ട് നമ്മുടെ രാജ്യത്ത് മൊത്തത്തിൽ. നമ്മൾ വിചാരിച്ചിരുന്ന കേരളത്തിൽ മാത്രമാണെന്ന് അങ്ങനത്തെ പ്രതിഭാസ അല്ലെങ്കിൽ പ്രതിഭകളെന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. അതിൻ്റെ പേരിൽ പണി പലർക്കും കിട്ടി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇതിപ്പോൾ ഇന്ത്യ ഒട്ടാകെ അല്ലെങ്കിൽ വേൾഡ് ഒട്ടാകെ അറിയപ്പെടുന്ന 1.5 കോടി സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു യൂട്യൂബ് ഇൻഫ്ലുവൻസർ, ബെസ്റ്റ് ഇൻഫ്ലുവൻസറിനുള്ള അവാർഡ് വാങ്ങിച്ച ഒരാൾ. അദ്ദേഹത്തിൻ്റെ നാവിൻ്റെ പിഴ കൊണ്ടാണോ, അദ്ദേഹത്തിൻ്റെ സംസ്കാര ഇല്ലായ്മ പുറത്തു വന്നതുകൊണ്ടാണോ ആ അനവസരത്തിൽ പണി മേടിച്ചിരിക്കുകയാണ്. അതായത് നമ്മുടെ കേരളത്തെ കൂടെ അങ്ങേരകത്ത് കൊട്ടിയിട്ടുണ്ട്. ഒരു ടാലൻറ്റ് ഷോ, റോസ്റ്റിംഗ് ഷോയാണത് നടന്നിരിക്കുന്നത്. അതിന് വലിയ വിവാദമായി മാറിയിരിക്കുകയാണ്. പൗർണമി ആ വാർത്ത കേട്ടിരുന്നോ? കേട്ടിരുന്നു. അത് വലിയ രീതിയിൽ കോളിളക്കം സൃഷ്ടിച്ച് അല്ലെങ്കിൽ വിവാദം അതിൻ്റെ പേരിൽ ഒരുപാട് നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് നാഷണൽ വാർത്തകളായിട്ട് അത് മാറിയിട്ടുണ്ട്. അതെ, രൺവീർ അലബാദിയ അല്ലേ? അതാണ് അതിന്റെ പേര്. അതായത് നമ്മൾ ഇന്ത്യാസ് ഗോട്ട് ടാലന്റ് എന്ന് പറയുന്ന ഒരു പരിപാടി കണ്ടിട്ടുണ്ട്. അതായത് ഇന്ത്യയിൽ ഇത് ലാറ്റന്റ്, ഇന്ത്യാസ് ഗോട്ട് ടാലന്റ് എന്ന് പറയുന്ന പരിപാടി നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ട്, ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ അതില് ഇന്ത്യയുടെ എല്ലാ ഭാഗത്തു നിന്നുള്ള ആളുകൾ, അതിപ്പോൾ കേരളത്തിൽ നിന്നുള്ളവരാവാം, തമിഴ്നാട്, കർണാടക അല്ലെങ്കിൽ നോർത്തിലുള്ള ആളുകൾ, അപ്പോൾ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള വിവിധ പ്രായത്തിലുള്ള ആളുകളുടെ വിവിധ കഴിവുകൾ അവതരിപ്പിക്കാനുള്ള ഒരു വേദിയായിരുന്നു അത് വലിയ രീതിയിൽ ഓടിക്കൊണ്ടിരുന്ന ഒരു ഷോയാണ്. ഭയങ്കര നല്ല അഭിപ്രായങ്ങളുമായിരുന്നു ആ ഷോയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പം അതിനെ ഒരു എഗെയിൻസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ അതിന് വിപരീതമായിട്ട് അതേ രീതിയിൽ മോക്കിയിരുന്നു. ഇപ്പം ആ ഒരു ഷോയിനെ നമ്മൾ പരാമർശിക്കുകയോ വിമർശിക്കുകയോ അല്ല, പക്ഷേ ഇന്ത്യാസ് ഗോട്ട് ലാറ്റന്റ് എന്ന പേരിൽ ഒരു കോമഡി ഷോ അല്ലെങ്കിൽ ഒരു റോസ്റ്റഡ് ഷോ, അതായത് പരസ്പരം ഇരിക്കുന്ന ജഡ്ജസിനെയും ആ കാൻഡിഡേറ്റിനെയും പരസ്പരം ചെളിവാരി എറിയുന്ന തമാശകൾ പറയുക, അങ്ങനെ സ്റ്റാൻഡപ്പ് കോമഡീസ് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള സ്റ്റാൻഡപ്പ് കോമഡീസ് ഒക്കെ ചെയ്യുന്നുള്ള, നമ്മുടെ നാട്ടിൽ ആരെയും ബുദ്ധിമുട്ടിക്കാത്ത, ആരുടെയും ഫീലിങ്സിനെ ഹേർട്ട് ചെയ്യാത്ത രീതിയിൽ ചെയ്യുന്നത്, അവിടെ ഒരു കൺട്രോൾ ഇല്ലാതെ ചെയ്തു പോകുന്നു. അല്ലെ അങ്ങനെ ചെയ്ത് വന്നതിൽ ഒരു ടോപ്പിക് അല്ലെങ്കിൽ ഒരു എപ്പിസോഡിലെ ചില വാക്കുകൾ അല്ലെ ഒരു സെന്റൻസ് അത് ഭയങ്കര കോൺട്രവേഴ്സ്യൽ ആയിട്ട് മാറുന്നു. അതിനെതിരെ കേസ് വരുന്നു, മാപ്പ് ചോദിക്കുന്നു. അത്തരം തലത്തിലേക്കൊന്നും അതിനെ കൊണ്ടുപോകേണ്ട ആവശ്യമേ ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പം ശാരിക സൂചിപ്പിച്ചതുപോലെ തന്നെ 1.5 കോടിയോളം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ഒരു ചാനല്, അതിലെ പ്രമുഖരായിട്ടുള്ള സമയ റെയ്ന എന്ന് പറയുന്ന വ്യക്തിയുടെ ചാനലിലാണ് ഈ ഒരു ഷോ നടക്കുന്നത്. എന്താ ഇന്ത്യാസ് ഗോട്ട് ലാറ്റന്റ് എന്ന ഷോ. അപ്പോൾ അതിനകത്തൊരു മലയാളി കുട്ടി പങ്കെടുക്കാൻ വേണ്ടി ചെല്ലുകയാണ്. അതിനകത്ത് അതിനെതിരെ അല്ലെങ്കിൽ ആ ഒരു വീഡിയോ പുറത്തു വന്നതിനെ ചൊല്ലി കുറേ വീഡിയോസ് അതിന് പാരലായിട്ട് ഇറങ്ങുന്നുണ്ടായിരുന്നു. അതായത് ഇത്തരം വിമർശനങ്ങളൊക്കെ ഉണ്ടായതിനു ശേഷം അതിനെ കണ്ടിട്ട് റിയാക്ഷൻ വീഡിയോ പോലെ ചെയ്യുന്നവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഒരാൾ പറയുന്നുണ്ട്, കേരളത്തിലെ ഒന്നാകെ ആ കുട്ടി നാണം കെടുത്തി അല്ലെങ്കിൽ നാണം കെടുത്തുന്ന പോലുള്ള കാര്യങ്ങളാണത്. മറ്റൊന്നുമല്ല, ആ കുട്ടിയോട് ഈ ജഡ്ജസ് ആയിട്ടിരിക്കുന്നവർ, ഈ പറയുന്ന രൺവീർ അലബാദിയ അടക്കമുള്ളവർ പൊളിറ്റിക്സ് ചോദിച്ചു, അല്ലെങ്കിൽ തൻ്റെ രാഷ്ട്രീയം എന്താണെന്ന് ചോദിച്ചു. അപ്പം കുട്ടിക്ക് പൊളിറ്റിക്സ് ഒന്നും ഇല്ല എന്നുള്ളൊരു മറുപടി അത് അവർ പറയുന്നുണ്ട്. സോ കോൾഡ് എന്താണ് പറയുന്നത്, സമ്പൂർണ്ണ സാക്ഷരതയുള്ള കേരളം അന്ന് പറഞ്ഞ കേരള സർ 100% ലിറ്ററസി സർ എന്നൊരു തഗ് ഡയലോഗ് അതായത് കേരളത്തിനെ മൊത്തം അടച്ചാക്ഷേപിക്കുന്ന രീതിയിൽ ഒരു പരാമർശമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും മലയാളികൾ ഇത്തരത്തിലുള്ള എന്ത് കാര്യം കേട്ടാലും അടങ്ങിയിരിക്കുന്നവരല്ല. അതെ, കാരണം ഇത് നമ്മളിത് അറിയാൻ കാരണം ഈ പറഞ്ഞ പോലെ ഈ രൺവീർ അലബാദിയ എന്ന് പറഞ്ഞ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് 1 കോടിക്ക് മേളിൽ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിലും, അതായത് ഇൻസ്റ്റാഗ്രാമിൽ 45 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിലും കേരളീയർ ഇദ്ദേഹത്തെ കൂടുതലായി ഇപ്പോൾ ഈ 2 ദിവസത്തിനുള്ളതായിട്ട് അറിയപ്പെടുന്നത്. കാരണം ഒരു മലയാളി പെൺകുട്ടി, അവൾ വളരെ പുച്ഛത്തോടു കൂടി, ഇപ്പോൾ റോസ്റ്റിംഗ് ആണ് പ്രോഗ്രാം, ഇപ്പോൾ ഞാനും പൗർണമിയും കൂടി ഇരിക്കുന്ന ഒരു പ്രോഗ്രാം ആണെങ്കിൽ റോസ്റ്റിംഗ് ആണ്, അത് ഏത് രീതിയിൽ നമുക്ക് എടുക്കാം. പക്ഷേ അത് അവരുടെ മാത്രം ഈ പറഞ്ഞ പ്രോഗ്രാമായിട്ട് കണക്ട് ചെയ്താൽ മതി. റോസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് എന്ത് ക്വസ്റ്റ്യൻസും ചോദിക്കാം. പക്ഷെ അതൊരു രാജ്യത്തിന്റെ സംസ്കാരത്തെയോ അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിന്റെ സംസ്കാരത്തെയോ അവഹേളിക്കാനുള്ള റൈറ്റ് ആ പ്രോഗ്രാമിന് വന്നിരിക്കുന്ന വ്യക്തിയുടെ കുടുംബത്തെയോ പരാമർശിക്കേണ്ട കാര്യമില്ല. ഇതിൽ 2 കേസുകളാണ് ഈ പറയുന്ന പോലെ രൺവീറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. ഒന്ന്, ഈ പറയുന്ന പോലെ നമ്മുടെ കേരള പെൺകുടി വരുന്നു, അവളോട് ചോദിക്കുന്നു, താങ്കൾ എവിടെ നിന്നാണ്? കേരളത്തിൽ നിന്നാണ്. അപ്പോൾ ഉടനെ കേരളത്തിൽ നിന്ന് പറയുമ്പോൾ ഉടനെ ചോദിക്കുന്ന ചോദ്യം, നിങ്ങൾക്ക് പൊളിറ്റിക്സ് ഇഷ്ടമാണെന്ന് ചോദിക്കുമ്പോൾ ഐ ഡോണ്ട് ലൈക്ക് പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ അവർ വളരെ പുച്ഛത്തോടുകൂടിയ, നിനക്ക് പൊളിറ്റിക്സ് ഇഷ്ടമല്ല, ദെൻ നീ വോട്ട് ചെയ്യാറില്ല എന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ വോട്ട് ചെയ്യാറില്ല എന്ന് പറഞ്ഞു. അതും അവൾ വളരെ പുച്ഛത്തോടുകൂടി. അപ്പോൾ ഇവരുടെ ഒരു ചിന്താഗതി എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇവരുടെയൊക്കെ മുൻപിൽ കേരളം എന്ന് പറയുന്നത് പൊളിറ്റിക്സ്
പൊളിറ്റിക്കലായിട്ട് വളരെ പ്രബുദ്ധരായ, പൊളിറ്റിക്സിനെ കുറിച്ച് അത്യാവശ്യം നോളജ് ഉള്ള ജനങ്ങൾ താമസിക്കുന്ന ഒരു സ്റ്റേറ്റ് ആണ് കേരളം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാൻ കാരണം. തീർച്ചയായിട്ടും കേരളത്തെ സംബന്ധിച്ചിടത്തോളം മറ്റ് നമ്മുടെ ഇന്ത്യയിലെ അതർ സ്റ്റേറ്റ്സിനെ വെച്ച് നോക്കുമ്പോൾ കേരളം 100% മുന്നിൽ തന്നെയാണ്. മറ്റെന്തെങ്കിലും കുറവുകൾ കേരളത്തിനുണ്ടെങ്കിലും സംസ്കാരത്തിന്റെ കാര്യത്തിലും വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലും മുന്നിലാണെന്നുള്ള ഉദാഹരണമാണല്ലോ. 100% ലിറ്ററസി സർ എന്ന് അവര് തന്നെ അത് പരാമർശിക്കുന്നുണ്ട്. അത് തന്നെ ഒരു ക്രെഡിറ്റ് ആണല്ലോ. അപ്പോൾ അതൊരു സംസ്ഥാനത്തെയാണ് പൂജ. അതായത് കേരളത്തിൽ നിന്ന് വരുന്ന ഏതൊരാളും പൊളിറ്റിക്സിൽ ഇഷ്ടമാണോ നിർബന്ധമില്ല. അത് അയാളുടെ പേഴ്സണൽ പെർസ്പെക്റ്റീവ് മാത്രമാണ്. പൊളിറ്റിക്സ് ആയിട്ട് കാണാമല്ലോ. അതെ, അതായത് ഇപ്പൊ പൗർണമിയുടെയോ എന്റെയോ മാത്രം ഇഷ്ടമാണ് ഏത് പൊളിറ്റിക്സിൽ വിശ്വസിക്കേണ്ട എന്നുള്ളത്. അതിനെ ഇത്രമാത്രം പുച്ഛിക്കേണ്ട ആവശ്യമില്ല. മാത്രമല്ല, ഒരാൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ, അത് റിവീൽ ചെയ്യാൻ താല്പര്യം ഇല്ലെങ്കിൽ ഓക്കെ, നോ പൊളിറ്റിക്സ്. ആ ഒരു സ്റ്റേറ്റ്മെന്റ് മാനിച്ചുകൊണ്ട് നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകണം. അല്ലെങ്കിൽ അവിടെ മോക്ക് ചെയ്തുകൊണ്ട് തഗ്ഗിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതൊരു റോസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് എന്തും പറയാൻ പറ്റില്ല എന്ന് ഇപ്പോൾ യൂട്യൂബും തെളിയിച്ചിരിക്കുകയാണ്. അത് മാത്രമല്ല പൗർണമി വേറൊരു കാര്യം കൂടെ അദ്ദേഹം പറഞ്ഞിരുന്നു. എല്ലാവരും കാരണം ഈ പാനലിരിക്കുന്ന ആൾക്കാരെ ശ്രദ്ധിക്കുമല്ലോ, തീർച്ചയായിട്ടും ജഡ്ജിങ് പാനലിരിക്കുന്ന ആൾക്കാരുടെ ഒരു സ്റ്റാറ്റസ് കോ എന്തായാലും പ്രേക്ഷകർ ശ്രദ്ധിക്കുന്നുണ്ട്. അതും ആ ഒരു പരിപാടിയുടെ വിജയത്തിന് അടിസ്ഥാനം തന്നെയാണ്. പക്ഷേ ഇതിനകത്ത് ഈ രൺവീർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അതായത് നിന്റെ ജീവിതകാലം മുഴുവൻ നിന്റെ അച്ഛനമ്മമാരുടെ സെക്സ് കണ്ടുകൊണ്ടിരിക്കണോ അതോ ഈ പരിപാടിയിൽ നിന്ന് ക്വിറ്റ് ചെയ്തു പോകണോ എന്ന്, അല്ലെങ്കിൽ ഈ പരിപാടിയിൽ വിജയിക്കണോ എന്ന രീതിയിൽ അയാൾ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഒരിക്കലും രൺവീറിൽ നിന്ന് ഈ ഭാരതീയർ പ്രതീക്ഷിക്കാത്തൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. കാരണം ഇദ്ദേഹം ജനങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്ത് വെച്ചുകൊണ്ടിരുന്നത് സ്പിരിച്വാലിറ്റിയിൽ കേമനായിട്ടിരുന്ന ഒരാൾ, അല്ലെങ്കിൽ സംസ്കാര സമ്പന്നൻ, ഹിന്ദുയിസത്തെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരാൾ, ലിബറലിസം, അങ്ങനെ ഒരു കാര്യമാണ് ശരിക്കും പറഞ്ഞ രൺവീറിന്റെ ഭാഗത്ത് നിന്ന് അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും കാണാൻ സാധിക്കും. അങ്ങനെയാണ് ജനങ്ങൾ അദ്ദേഹത്തിന് ഭയങ്കര കട്ട ആരാധകർ ഉണ്ടായിരുന്ന ഒരു യൂട്യൂബറിൽ നിന്ന് അദ്ദേഹം ഭയങ്കര ഹേറ്റിംഗ് വരുന്ന യൂട്യൂബറായി മാറിയിരിക്കുകയാണ് ഈ 2 ദിവസം കൊണ്ട്. മനസ്സിലായി. അതായത് അല്ല, അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ഒരുപാട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. സോറി. മാത്രമല്ല, ഈ ഒരു സ്റ്റേറ്റ്മെന്റിനെതിരെ നമ്മുടെ എല്ലാമായ രാഹുൽ ഈശ്വർ മുംബൈ പോലീസിൽ കേസ് കൊടുത്തിട്ടുണ്ട്. തീർച്ചയായും നടപടി എടുക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. സ്വാഭാവികമായിട്ടും കേസ് കൊടുത്തോട്ടെ, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ നടപടികളും മുന്നോട്ട് പോട്ടെ. കാരണം ഇനിയും ഇങ്ങനെ ആവർത്തിക്കപ്പെടാതിരിക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ പുറത്തു വരികയും, അല്ലെങ്കിൽ ഒരു കൺട്രോൾ, എല്ലാവരുടെയും നാവിന് ഒരു കൺട്രോൾ വേണം. അതെ, തീർച്ചയായിട്ടും. കാരണം മാത്രമല്ല അശ്ലീല യൂട്യൂബിനെ ഫസ്റ്റ് അടി കൊടുത്തു തന്നെ, കാരണം ഡിസ്ക്ലൈമർ വെച്ചിട്ടില്ല. യൂട്യൂബ് അത് റിമൂവ് ചെയ്തു. കാരണം അഡൾട്ട് എന്നുള്ള ഒരു ഓപ്ഷൻ അതിനകത്ത് വെക്കാത്ത, അഡൾട്ട് കണ്ടന്റ് ഉള്ളതെന്ന് ഡിസ്ക്ലൈമർ വെക്കണമല്ലോ. സ്വാഭാവികമായിട്ട് അവരുടെ പോളിസിയാണ് അത് വെക്കാഞ്ഞുകൊണ്ട് തന്നെ യൂട്യൂബർ ആദ്യമേ തന്നെ യൂട്യൂബ് ആ ഷോയുടെ ആ എപ്പിസോഡ് അടിച്ചു കളഞ്ഞു, അവര് റിമൂവ് ചെയ്ത് കളഞ്ഞു. അതെ, അത് മാത്രമല്ല നമ്മുടെ അർണബ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആക്ഷേപിക്കുന്നുണ്ട്. പക്ഷെ അത്തരം ആക്ഷേപങ്ങളുടെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. അർണബ് ഗോസ്വാമി ചാനൽ ചർച്ചകളിൽ ഈ പറയുന്ന രൺവീറിനെ, അത് മറ്റെന്തെങ്കിലും റീസൺ ഇതിന് പിന്നിലുണ്ടോ, ഇത് രൺവീറിന്റെ ഭാഗത്ത് ഇത്തരത്തിലൊരു സീരീസ് തന്നെ ഉണ്ട് എന്നുള്ള രീതിയിലുള്ള വാർത്തകളൊക്കെ വലിയ രീതിയിൽ ചർച്ചയ്ക്ക് വഴിവെക്കുവാണ് ഈ നാഷണൽ മീഡിയാസ് എല്ലാം ഈ ഒരു കണ്ടന്റ്. അതിന് റീസൺ ഉണ്ട് പോകണം. ബിക്കോസ് ഈ രൺവീർ അല്ലാബാദിയ എന്ന് പറഞ്ഞ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളെ സ്പീച്ച് കൊണ്ട്, അല്ലെങ്കിൽ ഈ സ്പിരിച്വാലിറ്റി കൊണ്ട് ജനങ്ങളെ നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും, നമ്മളെ വഴികളിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അതോടൊപ്പം തന്നെ ഹിന്ദുയിസം പ്രസംഗിച്ചുകൊണ്ട് മിക്കവരെ ഇപ്പോൾ അതായത് കേരളത്തിൽ അത് വില പോകത്തില്ല, പക്ഷേ നോർത്തിൽ ഇത് വില പോകും. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇതിന് പരിശ്രമിക്കുന്ന കുറെ യൂട്യൂബേഴ്സ് ഉണ്ട്. നരേന്ദ്രമോദിജിയുടെ കയ്യിൽ നിന്ന്, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കയ്യിൽ നിന്ന് ബെസ്റ്റ് ക്രിയേറ്ററിനുള്ള, ബെസ്റ്റ് ഇൻഫ്ലുവൻസറിനുള്ള അവാർഡ് 2024 വാങ്ങിച്ച ഒരാളാണ് ഈ മനുഷ്യൻ. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തിയിൽ നിന്ന് ഇങ്ങനെയുള്ള പരാമർശങ്ങൾ ഒരിക്കലും നമ്മൾ പ്രതീക്ഷിച്ചില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് മിക്ക ഇൻഫ്ലുവൻസേഴ്സും, അതായത് ഏകദേശം ഒരു 80% യൂട്യൂബ് ഇൻഫ്ലുവൻസേഴ്സും, വെദർ ഇറ്റ് ഈസ് ഇൻ കേരള ഓർ ഔട്ട്സൈഡ് കേരള, അവരെല്ലാവരും തന്നെ ഈ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേറൊരു ഫേക്ക് ഫേസ് വെച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കാം മേ ബി ഈ പറഞ്ഞ രൺവീർ അക്കിടി പറ്റിയതാണ്, അമളി പറ്റിയതാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അദ്ദേഹത്തിന്റെ ആ ഒരു നാച്ചുറൽ, ആ ഒരു റോസ്റ്റിംഗ് ഫീലിൽ വേറൊരു വൈബിൽ നിൽക്കുകയാണല്ലോ. അപ്പൊ പിന്നെ സ്പിരിച്വാലിറ്റി ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. മറ്റൊരു വിഭാഗം പറയുന്നുണ്ട് ഈ ഒരു ഷോ, അതായത് ഇന്ത്യാസ് ഗോട്ട് ലാറ്റന്റ് എന്ന ഷോ, ഇതിൽ ജഡ്ജായിട്ട് ഈ പറയുന്ന രൺവീർ അലഹാബാദിയ വരുന്നു. അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള കോമഡികൾ സ്പോണ്ടേനിയസ് ആയിട്ട് വരുന്ന ഒരു വ്യക്തിയല്ല. കാരണം അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിൽ ഇതല്ല. ഓക്കെ, അപ്പൊ തികച്ചും ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആണ് പുള്ളി ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനൊരു ഷോയിൽ ജഡ്ജായിട്ട് വരുമ്പോൾ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയാണ് ഇത്തരത്തിലുള്ള ഡയലോഗുകൾ, അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടി പാടുപെട്ടിട്ടാണ് എല്ലാവരും ചിരിക്കാൻ വേണ്ടി അതിനകത്ത് സംസാരിക്കുന്ന പല കാര്യങ്ങളും കേൾക്കുമ്പോൾ പുറകിൽ ബാക്കിലിരിക്കുന്ന ഓഡിയൻസ് ഒക്കെ ഒരുപാട് ചിരിക്കുന്നതായിട്ടും വോളിയോ ഒക്കെ കേൾപ്പിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് സ്വാഭാവികമായിട്ടും എനിക്ക് തോന്നുന്നു നമ്മളിൽ കുറച്ചധികം ആളുകൾക്ക്, അല്ലെങ്കിൽ പലർക്കും ഒരുപക്ഷെ അതൊന്നും കണ്ടിട്ട് ചിരി വരണം എന്നൊന്നുമില്ല. പക്ഷെ അവിടെയുള്ളവരെല്ലാം ഭയങ്കര കാര്യമായിട്ട് സത്യം. ഈ ഇപ്പം
പൗർണമി പറഞ്ഞ 100% കറക്റ്റാണ്. കാരണം ഈ പ്രോഗ്രാം, ഈ ഷോ, ഇന്ത്യ ഗോട്ട് ലേറ്റഡ് എന്ന് പറഞ്ഞ ഷോ കാണുമ്പോൾ ഒരുവിധപ്പെട്ട ബോധമുള്ളവർ ആർക്കും തന്നെ ചിരിയൊന്നും വരാറില്ലെന്നാണ് പറയപ്പെടുന്നത്. ഇവരുടെ ആരാധകരല്ല, ഇവരുടെ പ്രേക്ഷകർ പറയുന്നത്. സ്വാഭാവികമായിട്ട് ഇവർ ചോദിക്കുന്നത് എന്തുവാണ് ഇവരിനകത്ത് കാണിക്കുന്നത്, എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്. ഇവർ പറയുന്ന കോമഡികൾ കേട്ട് ചിരിക്കുന്നത് സത്യം പറഞ്ഞാൽ അതിലെ കണ്ടസ്റ്റൻസും അതിലിരിക്കുന്ന പിന്നെ നമ്മുടെ ജഡ്ജസ് മാത്രമാണ്. ആ ജഡ്ജസ് എന്തെങ്കിലും ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് അവർ പരസ്പരം പറഞ്ഞങ്ങ് ചിരിക്കുന്ന, മേ ബി അവരുടെ ചിരി കണ്ടിട്ടായിരിക്കാം മറ്റുള്ളവർക്ക് കോമഡി അല്ല, മറ്റുള്ളവർക്ക് സത്യത്തിൽ ട്രാജഡി ആയി മാറി. ശരിക്കും പറഞ്ഞാൽ ഇവൻ നമ്മുടെ മലയാളം ചാനലുകളിൽ, നമ്മുടെ സാറ്റലൈറ്റ് ചാനലുകളിൽ പ്രമുഖ എല്ലാ ചാനൽ എന്ന് പറയുന്നില്ല, പ്രമുഖ ചാനലുകളിൽ ഇത്തരത്തിലുള്ള സ്റ്റാൻഡപ്പ് കോമഡീസ് ഒക്കെ വരാറുണ്ട്. പക്ഷെ അത് എത്ര മനോഹരമായിട്ടാണ് അവർ ഇത് കൊണ്ടുപോകുന്നത്. ഈവൻ ജഡ്ജസ് ആണെങ്കിലും കണ്ടസ്റ്റൻസ് ആണെങ്കിലും അവരെല്ലാം പല പ്രായത്തിലുള്ള ചെറിയ കുട്ടികൾ മുതൽ അത്യാവശ്യം ഏജ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു മിഡിൽ ഏജ്ഡ് ആളുകൾ വരെ അതിനകത്ത് നല്ല രീതിയിൽ അവതരിപ്പിച്ച് പോകുന്നുണ്ട്. ഭയങ്കര വലിയ സപ്പോർട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ ഇതിനകത്ത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇതിനെ വലിയൊരു പ്രശ്നമാക്കാതെ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു പോലീസ് കേസിലെ അറസ്റ്റ്, ഇപ്പം ഈ പറയുന്ന സമീർ റെയ്നയുടെ ചാനലെന്ന് നമ്മൾ പറഞ്ഞല്ലോ, അദ്ദേഹം വന്ന് മാപ്പൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എത്ര മാപ്പ് പറഞ്ഞാലും വീണ്ടും ആവർത്തിക്കാനാണെങ്കിൽ അത് പറയാതിരിക്കുക, തുടർന്നുള്ള നടപടികൾ പോട്ടെ. പിന്നെ മറ്റൊരു കാര്യം ഇതിനകത്ത് ശ്രദ്ധിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ മലയാളികൾ നമ്മളെല്ലാവരെയും വിമർശിക്കാറുണ്ട് അല്ലേ. പൊതുവേ എല്ലാവരും എന്ത് തെറ്റ് കണ്ടാലും അല്ലെങ്കിൽ എന്ത് ആൾക്കാർ മോശമായിട്ട് കണ്ടാലും, നമ്മളെ ഹേർട്ട് ചെയ്താലും അല്ലെങ്കിൽ നമ്മളെ ബാധിച്ചാലും ബാധിച്ചില്ലെങ്കിലും നമ്മൾ റിയാക്ട് ചെയ്യാറുണ്ട്. പക്ഷെ നമ്മളെ അതുപോലെ ആരെങ്കിലും ചെയ്താൽ നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റില്ല. ആ ഒരു കാര്യം കൂടി അല്ലേ. ബേസിക്കലി അത് മലയാളികളുടെ ഒരു പ്രത്യേകത തന്നെയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ കുറവുകളും കുറ്റങ്ങളും പറഞ്ഞാലും മലയാളികൾക്കെതിരെ ഒരു ആക്രോശമോ ഒരു ആക്രമണമോ വന്നാൽ കൂട്ടത്തോടെ വളഞ്ഞിട്ട്, അത് കടന്നലിനെ പോലെയാണ് നമ്മളെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം വളഞ്ഞിട്ട് ആക്രമിക്കും. അത് തന്നെയാണ് ഇപ്പോൾ ആദ്യം ഈ സംഭവം, ഈ ലൈംഗിക ചുവയുള്ള സംഭാഷണമല്ല ആദ്യം പുറത്തു വന്നത്. ശരിക്കും ഈ മലയാളി പെൺകുട്ടിയോട് ഇങ്ങനെ ചോദിച്ചത്, കേരളത്തെ അധിക്ഷേപിച്ച ആ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു പുറത്തേക്ക് വന്നത്. പക്ഷെ അതിന്റെ ചുവട് പിടിച്ചാണ് ഓൾ ഇന്ത്യ മുഴുവനും ഈ ഷോയെ ശ്രദ്ധിക്കാനും ഒക്കെ തുടങ്ങിയത്. ഈ മലയാളി പെൺകുടിയോടുള്ള അധിക്ഷേപത്തിന്റെ അല്ലെങ്കിൽ അവർ ചോദിച്ച് ചൊറിഞ്ഞതിന്റെ ഒരു ഭാഗമായിട്ടാണ്. അതുകൊണ്ട് തന്നെ മലയാളികൾ ഉറപ്പായിട്ടും എത്രയൊക്കെ ഡിഫറൻഷിയേറ്റ്സ് പറഞ്ഞാലും, എത്രയൊക്കെ കുത്തിത്തിരിപ്പുകാരാണ് അല്ലെങ്കിൽ കൂട്ടത്തി ചവിട്ടികളാണ് മലയാളികൾ എന്ന് പറഞ്ഞാലും, നമുക്കൊരു പ്രശ്നമുണ്ടായാൽ, അതായത് ഓൾ മലയാളികളെയും നമ്മുടെ സ്റ്റേറ്റിനെയും ബാധിക്കുന്നതാണെങ്കിൽ നമ്മളത് കണ്ടതാണ്. 2018 പ്രളയം തൊട്ട് കണ്ടതാണ്. അത് എന്തും ആയിക്കോട്ടെ, സോഷ്യൽ മീഡിയ ബുള്ളിങ് ആയിക്കോട്ടെ, ദുരന്തങ്ങളായിക്കോട്ടെ, മണ്ണിടിച്ചിലായിക്കോട്ടെ, മരണമായിക്കോട്ടെ, എന്ത് തന്നെയായാലും നമ്മൾ മലയാളികൾ ഒറ്റക്കെട്ടാണ്. അത് ഇക്കാര്യത്തിൽ മലയാളികൾ തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു.